ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വേൾഡ് ഓഫ് സൗന്ദര്യ. ഞാൻ സിന്ധു. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖം. ഇന്ന് ഞാൻ ആശുമോളെ ഉറക്കി കിടത്തിയിട്ട വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതാ എൻ്റെ കൂടെ ആശുമോളില്ലാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറിയുമായിട്ടാണ്. നമ്മുടെയൊക്കെ കയ്യിൽ ഒരുപാട് ഡ്രസ്സുകൾ പഴയതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും, നമുക്ക് കളയാൻ തോന്നുന്നുണ്ടാവില്ല. പക്ഷെ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു, അതൊന്നും ബോറടിച്ച് തുടങ്ങി എന്നൊരു തോന്നലുണ്ടാവും അല്ലേ ചില ഡ്രസ്സുകളോട്. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സുകളെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഡ്രസ്സ് പോലെ അത് നമുക്ക് വീണ്ടും ഉപയോഗിച്ച് തുടങ്ങാം അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പഴയ കുർത്തിയോ ചുരിദാറോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എംബ്രോയിഡറി ഒന്നും പഠിക്കണമെന്നില്ല, ഇല്ലാതെ തന്നെ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ എൻ്റെ ഒരു പഴയ കുർത്തിയിൽ എനിക്ക് ബോറടിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് പുതിയതാക്കണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് കണ്ടിട്ട് വരാം. അതിനു മുൻപായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡ് ഓഫ് സൗന്ദര്യ എന്നുള്ള ചാനലിൽ ഇനി മുതൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയുടെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫീസ് കൊടുക്കാതെ, പൈസ മുടക്കാതെ വീട്ടിലിരുന്ന് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ, ബിഗിനേഴ്സിന് മുതൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. അപ്പോൾ ഈ എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്കത് കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ട്യൂട്ടോറിയലാണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഒട്ടും ഹാൻഡ് എംബ്രോയിഡറി അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ പോലും എങ്ങനെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. പ്ലെയിൻ റൗണ്ട് നെക്കുള്ള ഒരു കുർത്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പഴയ കുർത്തയെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിസൈനർ കുർത്തയാക്കിയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കുർത്തയിൽ ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ബാക്കിന് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ജോയിൻ്റ് മുതൽ ഞാൻ ഹാഫ് ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ള ബാക്കി ഹാഫ് നമുക്ക് ഈ ഹാഫ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ചെയ്യാം. അപ്പോൾ ഇത് എടുത്ത അടുത്തേക്ക് ക്ലോസപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനൊരു ഡബിൾ ഷെയ്ഡഡ് കുർത്തയാണ്. അതായത് ഇത് ആക്ച്വലി ഒരു യെല്ലോയിഷ് പ്ലസ് സഫയർ ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. ലോങ് വേ നമ്മൾ നോക്കുമ്പോൾ ഗ്രീൻ പോലെ ഫീൽ ചെയ്യെങ്കിലും അതിനൊരു യെല്ലോയിഷ് ഷെയ്ഡ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഈ യെല്ലോ പ്ലസ് സഫയർ ഗ്രീനായിട്ട് മിക്സ് ചെയ്ത് വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ നെക്കിൽ ചെറിയ റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇതായി ഒരു ബോട്ടിലിൻ്റെ അടുപ്പ് വെച്ച് വരച്ചതാണ്. നെക്കായതുകൊണ്ട് വലിയ റൗണ്ട് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ചെറിയ റൗണ്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു വേർഷനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് 6 strands ഉള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഫ്രഞ്ച് നോട്ട് സിംഗിളായിട്ട് ചെയ്യുമ്പം 12 strands വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 2 നൂല് അറ്റവും കൂടി ചേർത്ത് ഒരു നോട്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ 2 അറ്റവും കൂടെ ചേർത്ത് ഞാനിതൊരു 12 strands ഉള്ള ത്രെഡാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് എവിടെയാണോ ചെയ്യാൻ താല്പര്യമുള്ളത് അവിടെ നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുന്നു. മുകളിലേക്ക് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ത്രെഡിനെ വലിച്ചു പിടിച്ചുകൊണ്ട് നീഡിലിനെ ആക്ച്വലി 12 strands ഇതുള്ളത് കൊണ്ട് ഒറ്റ പ്രാവശ്യം ചുറ്റിയാൽ മതി. ഇങ്ങനെ ഒരൊറ്റ ചുറ്റി കഴിഞ്ഞിട്ട് അവിടെ തന്നെ
നീഡിൽ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ശരിക്കും ക്ലിയർ ആക്കാനായിട്ട്, കാരണം ഞാനിത് നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 12 സ്ട്രാൻഡ്സ് ഉള്ള നീഡിലെടുത്ത് മുകളിലേക്ക് കയറ്റി നീഡിലിനെ അങ്ങനെ ത്രെഡ് എടുത്ത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇത് നമ്മൾ നീഡിലിൽ ഒരു ചുറ്റ് ചുറ്റുന്നു. 12 സ്ട്രാൻഡ്സിനെ ഒറ്റ ചുറ്റ് ചുറ്റി എവിടുന്നാണോ നീഡിലെടുത്തത് അവിടെ തന്നെ താഴേക്ക് ഇറക്കുന്നു. അപ്പോൾ ഈ ത്രെഡ് നമ്മൾ വലിച്ചു പിടിക്കണം. ഇതാ ഞാൻ ലൂസാക്കി കാണിച്ചു തരാം. ഇപ്പോൾ ഇത് തിരിച്ച് ഞാൻ എടുത്തേ. ഈ ത്രെഡിനെ നമ്മൾ ഒരു ചുറ്റ് ചുറ്റിയിട്ട് ഞാനിതിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ത്രെഡ് ഇങ്ങനെ ഇരിക്കും, നീഡിലിൽ അത് മര്യാദയ്ക്കിരിക്കില്ല. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ അത് ഇരിക്കുന്നതിന് വേണ്ടി ചുറ്റിയെടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡിനെ നമ്മൾ സെക്യൂർ ആക്കി അവിടെ പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ നീഡിൽ താഴേക്ക് ഇറക്കാൻ. താഴേക്ക് ഇറക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് സെക്യൂറാണ്. അതവിടെ വച്ചിട്ട് ഞാൻ നീഡിൽ താഴേക്ക് ഇറക്കി ഇതിങ്ങനെ കൊണ്ടുവന്ന് താഴേക്ക് വലിച്ചു. ഇത് വലിച്ച് കറക്റ്റായിട്ട് അവിടെ വരുന്നത് വരെ ഞാനത് വളരെ സോഫ്റ്റായിട്ട് തന്നെ വിട്ടു. അതായത് ഒരുമിച്ചങ്ങ് ത്രെഡ് നമ്മൾ വിട്ട് കളയരുത്. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഒരു ഫ്രഞ്ച് നോട്ടായി. ഈ ഫ്രഞ്ച് നോട്ട് വെച്ച് നമുക്ക് പൂകൾ ചെയ്യാം, ലീഫ് ചെയ്യാം, എന്ത് തരം ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഫ്രഞ്ച് നോട്ട് വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഫ്രഞ്ച് നോട്ടിൻ്റെ മറ്റൊരു വേർഷൻ കാണിക്കാം. ഞാൻ നീഡിൽ മുകളിലേക്ക് എടുത്തു. ഇത് ചെയ്യാനായിട്ട് എനിക്ക് ആക്ച്വലി 12 സ്ട്രാൻഡ്സ് വേണ്ട. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒരു 6 സ്ട്രാൻഡ്സിനെ ഞാൻ വിടിയിപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇത് ഞാൻ പിന്നെയും 12 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യേണ്ട ഒരു ഡിസൈൻ അല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷൻ കാണിക്കാൻ വേണ്ടി 6 സ്ട്രാൻഡ്സ് ഉള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. നീഡിൽ മുകളിലേക്ക് എടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സ് ഉള്ള നൂലാണ്. ഈ നൂലിനെ വീണ്ടും ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ കയ്യിൽ വലിച്ചു പിടിച്ചുകൊണ്ട് നീഡിൽ ഒന്ന് ചുറ്റി രണ്ടാമതൊന്നുകൂടി ചുറ്റി, ഒരു ചുറ്റ് ചുറ്റാം, 2 ചുറ്റ് ചുറ്റാം, 3 ചുറ്റ് ചുറ്റാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചുറ്റിയിട്ട് ഈ നീഡിൽ എനിക്ക് എവിടെയാണോ നോട്ട് ആവശ്യമുള്ള അവിടെയാണ് ഞാൻ കുത്തി താഴേക്ക് ഇറക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ താഴേക്ക് ഇറക്കി, ഇവിടെ ഞാൻ നീഡിൽ കുത്തി താഴേക്ക് ഇറക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിൽ ഈ ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് ഞാൻ ഇപ്പോഴും സെക്യൂറായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. നീഡിൽ ഞാൻ താഴേക്ക് ഇറക്കുകയാണ്. ഇത് ഞാൻ നീഡിൽ താഴേക്ക് ഇങ്ങനെ ഇറക്കി താഴേന്ന് ഞാൻ നീഡിൽ വലിച്ചെടുക്കും. ത്രെഡ് കെട്ടുകൂടാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ കുറേശ്ശെ ത്രെഡ് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ അറ്റത്തുനിന്ന് ഇവിടെ വന്നാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സാധനം ഇവിടെ എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് ലീഫ് ചെയ്യാം, എഗെയിൻ ഫ്ലവർ ചെയ്യാം, എല്ലാം ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ പഴയ ചുരിദാറിനെ ഈ ഒരു ഡിസൈൻ വെച്ചാണ് ഡിസൈനർ ചുരിദാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ നെക്കിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഫ്ലവർ മാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുഞ്ഞ് റൗണ്ട് വരച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ എല്ലാ പെറ്റൽസും എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഞാനിതിനെടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സ് ഉള്ള നൂലാണ്. 6 സ്ട്രാൻഡ്സ് ഉള്ള നൂലിൽ ഒരു കുഞ്ഞ് കെട്ട്, നമ്മളെപ്പോഴും നല്ല ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ കെട്ട് ഇട്ട് അടിയിൽ കൊടുക്കാൻ നോക്കണം. മാക്സിമം ചെറുതായിരിക്കണം കെട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കെട്ടിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും അധികം നൂല് നീളത്തിലെടുക്കാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നൂല് കെട്ടുകൂടി പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡിസൈൻ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു അധികം ലെങ്ത്തിലല്ലാതെ നൂല് കോർത്തെടുക്കുക. 6 സ്ട്രാൻഡ്സ് നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ കാണുന്ന ചെറിയ റൗണ്ടിൽ നിന്നും നീഡിൽ മുകളിലേക്ക് എടുക്കുന്നു. ഇങ്ങനെ മുകളിലേക്ക് എടുത്തു. ഇനി ഈ ത്രെഡിനെ എൻ്റെ കയ്യിൽ വലിച്ചു പിടിച്ചുകൊണ്ട്
നീഡിലിന് ചുറ്റും ഞാൻ 2 ചുറ്റുകയാണ്. 2 ചുറ്റി എന്നിട്ട് ഞാൻ ഈ ഒരു പോയിന്റിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിലേക്ക് നീഡിൽ താഴേക്ക് ഇറക്കുന്നു. ഇങ്ങനെ താഴേക്ക് ഇറക്കുമ്പോഴും എൻ്റെ ഈ കയ്യിലെ നൂല് ത്രെഡിനെ ഞാനിവിടെ വലിച്ചു പിടിച്ചിട്ടുണ്ട്. ഇത് ലൂസാക്കി നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒത്തിരി ഇതായിപ്പോവും. അതുകൊണ്ട് ചെറുതായിട്ട് അതിനെ വലിച്ച് തന്നെ പിടിച്ചുകൊണ്ട് ഇപ്പുറത്തെ നീഡിൽ താഴേക്ക് ഇറക്കി ഞാനതിനെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുക്കുമ്പോഴും എൻ്റെ ഒരു കയ്യിൽ ആ ത്രെഡ് ഞാൻ വലിച്ച് തന്നെ പിടിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് കറക്റ്റായിട്ട് അതിനെ ഫുൾ വലിച്ചെടുത്തു. അപ്പം നമ്മൾ ത്രെഡ് അടുത്തേക്ക് തോറും പതിയെ റിലീസ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. ഒറ്റയടിക്ക് കംപ്ലീറ്റ് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോട്ട് ഇതുപോലെ ഭംഗിയായിട്ട് വരത്തില്ല. അതവിടെ എടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സെൻറ്റർ പോയിന്റിൽ പിന്നെയും നമ്മൾ കുത്തി നീഡിൽ മുകളിലേക്ക് എടുത്തു. വീണ്ടും ഇതുപോലെ തന്നെ അവിടെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 2 റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഈ കുത്തിയിരിക്കുന്നതിന് അടുത്ത് തന്നെ നമ്മൾ വീണ്ടും നീഡിൽ താഴേക്ക് ഇറക്കി. കാണാമല്ലോ അല്ലേ? നീഡിൽ വീണ്ടും ആ കുത്തിയിരിക്കുന്നതിന് അടുത്ത് തന്നെ താഴേക്ക് ഇറക്കി ഇങ്ങനെ കൊണ്ടുവന്നു. വലിച്ച് താഴേക്ക് ഇറക്കി. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ നൂലിനെ ഞാൻ വിട്ടു കൊടുക്കുന്നേയില്ല. പതിയെ സ്ലോലി നമ്മൾ അത് വലിച്ച് താഴേക്കാക്കി. അപ്പോൾ വീണ്ടും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോട്ട് അവിടെ വന്നു. വീണ്ടും നമ്മൾ സെൻറ്റർ പോയിന്റിൽ നിന്ന് കുത്തി മുകളിലോട്ടെടുത്തു. നീഡിൽ ലെഫ്റ്റ് ഹാൻഡിൽ വലിച്ചു പിടിച്ചുകൊണ്ട് ത്രെഡ് ലെഫ്റ്റ് ഹാൻഡിൽ വലിച്ചു പിടിച്ചുകൊണ്ട് നീഡിലിന് 2 ചുറ്റി എന്നിട്ട് ഈ കുത്തിയതിൻ്റെ താഴെ കുത്തി എവിടെ നമുക്ക് കുത്തണോ അവിടെ നീഡിൽ കുത്തി നമ്മൾ ആ നീഡിൽ താഴേക്ക് ഇറക്കുകയാണ്. നമ്മൾ നീഡിൽ താഴേക്ക് ഇറക്കുമ്പോഴും ലെഫ്റ്റ് ഹാൻഡിലെ ത്രെഡ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. താഴേക്ക് ഇറക്കി താഴേക്ക് വലിച്ചു. ഇത് സ്ലോലി നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് ഒരുമിച്ച് റിലീസ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ സ്ലോലി റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഈ ഫുൾ റൗണ്ട് ചുറ്റിയെടുക്കാം. ഇപ്പം ഞാനിത് ഫുള്ള് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നിങ്ങൾക്ക് കാണാം. സെൻറ്റർ ഭാഗം എംറ്റിയാണ്. അപ്പം നമ്മൾ ആ ഒരു ചെറിയ റൗണ്ട് അതിൻ്റെ സെൻറ്ററിൽ വരച്ചതിൻ്റെ ഐഡിയ ഇതാണ്. നമ്മൾ ഈ സെൻറ്റർ ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള ഡിസൈൻസിൽ നോക്കിയാൽ കാണാം. ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കാം, സീക്വൻസ് വെച്ച് കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ പക്ഷേ ഇത് ത്രെഡ് മാത്രം വെച്ചുള്ളൊരു വർക്കായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിതിൻ്റെ സെൻറ്ററിൽ ത്രെഡാണ്, ഒരു ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞാൻ യെല്ലോയും ഈ ഒരു ഇതിൻ്റെ കളർ തന്നെയുള്ള ആ ഒരു സഫയർ ഗ്രീൻ എന്നൊക്കെ പറയാം, ആ ഒരു ത്രെഡും വെച്ചാണ് ഇത് ഫുൾ ഡിസൈൻ ചെയ്തതെന്ന്. അപ്പോൾ ഞാനത് ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ പൂക്കൾ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫ്രഞ്ച് നോട്ട് കൊടുത്തപ്പോൾ മറ്റേ കളറിൻ്റെ ഫ്രഞ്ച് നോട്ടും കൊടുത്തു. അപ്പോൾ നമുക്കിനി നമ്മളിപ്പോൾ ചെയ്ത ഈ യെല്ലോ കളറിൻ്റെ നടുക്ക് ആ ഫ്രഞ്ച് നോട്ട് കൂടി കൊടുക്കാം. ഞാനിവിടെ ത്രെഡ് സൂചി മുകളിലേക്ക് എടുത്തു. 6 strands ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, 6 strands ഉള്ള ത്രെഡാണ്. ഞാൻ ഒരു ചുറ്റി 2 ചുറ്റി. ഇവിടെ ഞാൻ 2 ചുറ്റാണ് കൊടുക്കുന്നത്, കാരണം ഒരിച്ചിരി എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് അത്ര നോട്ട്. ഓക്കെ, 6 strands അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ചുറ്റാം. ചെയ്തു. കുത്തി താഴേക്ക് ഇറക്കി. ഞാൻ എൻ്റെ കയ്യിൽ ലെഫ്റ്റ് സൈഡിലുണ്ടായിരുന്ന നൂല് ഇപ്പോഴാണ് ഞാൻ വിട്ടുകൊടുത്തത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവിടെ ഒരു നോട്ട് വന്നു. അതുപോലെ ഇനി എനിക്ക് ബാക്കി ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന യെല്ലോക്കകത്തെല്ലാം ചെയ്യാനുണ്ട്. നാം ചെയ്തിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാനിത് ചെയ്ത ആ നെക്ക് ഡിസൈനാണ്. നെക്കിനകത്ത് ഇങ്ങനെ ഫുള്ള് റൗണ്ട് നമ്മളത് ചെയ്തു. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ സൈഡിൽ ഇതിൽ കുറച്ചിങ്ങനെ ഒരു വർക്ക് ഈ കുർത്ത വാങ്ങിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എനിക്കതിനെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ തോന്നിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ സൈഡിൽ ഞാൻ വേറെ ഒരു ഇതിലുണ്ടായിരുന്ന ആ ഒരു ബീഡ്സും ഒക്കെ വച്ചിട്ട് അതിൻ്റെ
അതിനെ ടച്ച് ചെയ്യാതെ തന്നെ എങ്ങനെ അതിന് ചുറ്റും ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇതിന് ചുറ്റും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ കുർത്തയിലോ ചുരിദാറിലോ ഒക്കെ പ്ലെയിൻ നെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും എംബ്രോയിഡറി കണ്ടില്ലേ, എങ്ങനെയുണ്ട്? വളരെ സിമ്പിളല്ലേ? ഒട്ടും എംബ്രോയിഡറി പഠിക്കാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന ഒരു വർക്ക് മാത്രമാണ് ഞാൻ കാണിച്ചത്. അതിൽ ഏറ്റവും സിമ്പിളാണ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. ഫ്രഞ്ച് നോട്ട്, സിംഗിൾ ഫ്രഞ്ച് നോട്ട് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചും നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാം, ലീവ്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡിസൈൻസ് ചെയ്യാം. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പല പല ഡിസൈൻസ് ചെയ്യുന്നതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് സ്റ്റിച്ചസാണ് പഠിപ്പിച്ചിരിക്കുന്നത്, പ്ലെയിൻ ഫ്രഞ്ച് നോട്ടും ലോങ് ഫ്രഞ്ച് നോട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ എംബ്രോയിഡറി എംബ്രോയിഡറി ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ 2 സ്റ്റിച്ചസ് അന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ലവാംഗവും സ്റ്റെം സ്റ്റിച്ചും. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് പോയി കണ്ട് ആ 2 സ്റ്റിച്ചസും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ചാനലിൽ വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എംബ്രോയിഡറി പഠിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ ഒട്ടും എംബ്രോയിഡറി അറിയാൻ മേലാത്തവർ പോലും വളരെ പെട്ടെന്ന് തന്നെ എംബ്രോയിഡറി പഠിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ട്യൂൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എംബ്രോയിഡറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വേണ്ട ഒരു പുതിയ ഡ്രസ്സ് ഇടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ ഡ്രസ്സിൽ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം എംബ്രോയിഡറി പഠിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് വരിക. നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോഴും എന്നെ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. വാച്ച് കാണുകയും ചെയ്യാം, സബ്സ്ക്രൈബ് അതിനനുസരിച്ച് ഇല്ല എന്നും കാണുമ്പോൾ നമുക്കറിയാമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ ഇരുന്ന് കാണുന്നതാണെന്ന്. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ബെല്ലൈക്കണുകളൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ ഇനി മുതലുള്ള നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അപ്പം തന്നെ വീഡിയോ കാണാമല്ലോ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. വീണ്ടും കാണാം. ബൈ.